ഇത് കണ്ടോ നമ്മുടെ ആപ്പിൾ ചാമ്പ. ആപ്പിൾ ചാമ്പയല്ല ഇത് തായ്ലൻഡ് ചാമ്പയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതോട്ട് നോക്കി നിറച്ചിങ്ങനെ പഴുത്ത് കിടക്കുക, ഫുള്ള് പഴുത്ത് കിടക്കുവാണ്. ഇതിന് ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ കുറേ ചാമ്പയ്ക്ക ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല. അത് മൊത്തം കിളി കൊണ്ടുപോയത് കേട്ടോ. പക്ഷെ 1-2 കിട്ടിയതിനകത്ത് നല്ല മധുരമായിരുന്നു. ഇതുണ്ടോ, ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു 10 എടുത്തു കഴിഞ്ഞാൽ അതേണ്ട അതുണ്ടോ ഇതേപോലെ. എനിക്ക് തോന്നുന്നു മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആയിപ്പോയി മൊത്തം. ഇതേ നമ്മുടെ ഒരു പഴയ ഒരു പൈപ്പ് നമ്മുടെ PVC പൈപ്പാണ്. നേരത്തെ തിരുനനയ്ക്ക് ഉപയോഗിച്ചിരുന്നേ. പെരയുടെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ആയിരുന്നു ശരിക്കും ചെയ്തത്. അപ്പോൾ അന്നേരം തിരുനനയ്ക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഞാനേ വേണ്ട താഴെ പോലെ കൈ കിട്ടുവേ. നല്ല വെള്ളമൊക്കെ ഉണ്ടോ, പക്ഷേ ഒരു കാര്യം അതാ ഇത്രയും ഭാഗം ഉണ്ടോ കേടായി പോകും. ഞാൻ കഴിച്ചിട്ടുള്ള കൂട്ടത്തിലേ ഏറ്റവും മധുരം തോന്നിയ ഒരു ചാമ്പ ഇതാണ്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ചാമ്പയായിരുന്നു ഇത് വാങ്ങിച്ചു. നല്ല റേറ്റ് ആയിട്ട് ഏകദേശം 400-450 രൂപയൊക്കെ റേറ്റ് ആയിരുന്നു അന്നൊരു തൈക്ക്. അപ്പോൾ 2 വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഇത് പച്ചയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ അവരുടെ ടാഗ് പച്ചയായിരുന്നുണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് ചുവപ്പ് കളറും ഇതും ചുവപ്പ് കളറാണ്. പക്ഷെ രണ്ടിനും 2 ടേസ്റ്റ്. ഇത് ശകലം കൂടെ നീളത്തിലുള്ളതും ഇത് അത്ര നീളം വരത്തില്ല ടൈപ്പ്. പക്ഷെ ഇതിനേക്കാളും മധുരം കൂടുതൽ ഇതിനാണ്. അങ്ങനെയാണ് ഇത്. അപ്പോൾ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങിക്കുന്നതിനകത്തും അല്ലെങ്കിൽ ഓരോ ചെടി വാങ്ങിക്കുന്നതിനകത്തൊക്കെ നമുക്ക് അപ്പോൾ ഇതൊന്നും നമുക്ക് വെറുതെ കിട്ടുന്ന സാധനങ്ങളൊന്നും അല്ല, എല്ലാം നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പഴങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കാരണം ഇതെല്ലാം കമ്പനിയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ ഇതുണ്ടോ ഇതിനകത്തൊരു കേടുമില്ല കേട്ടോ. ഇത്രയും മഴ പെയ്തിട്ട് തന്നെ മധുരത്തിന് കുറവൊന്നുമില്ല. മധുരമുണ്ട്, പക്ഷെ മഴ പെയ്യാതിരുന്ന സമയത്ത് നമ്മൾ ആപ്പിൾ കഴിക്കത്തില്ലേ, അതിന് നല്ല മധുരമാണ്. ആപ്പിളിനെക്കാട്ടിലും നല്ല മധുരമാണ് ഈ ചാമ്പയ്ക്ക്. പക്ഷേ ഇത് നല്ല മധുരമുണ്ട്. ഇതാ ചാമ്പ കഴിച്ചു നോക്കി. അതേപോലെ നമ്മൾ കുറേ പിച്ചെന്താ കണ്ടായിരുന്നോ, നമ്മളിത് പിച്ചെടുക്കുന്ന കണ്ടായിരുന്നു. താഴെ പോകത്തൊന്നുമില്ല ഇങ്ങനെ PVC പൈപ്പിനകത്തോട് ഇങ്ങനെ ആകുമ്പോഴേ. പക്ഷെ ഇതിനകത്ത് ചിലപ്പോൾ കേട് കാണുമായിരിക്കാം. വേണ്ട, ഇതിനകത്ത് കേടുണ്ട്. ഇതാ രാവിലെ ആകുമ്പോഴത്തേക്കിനാണ്ട് ഇതേപോലെ നിറച്ച് ഇന്നലെ കുറേ കൂട്ടുകാർ കളഞ്ഞു. പക്ഷേ ഇന്ന് കുറേ ഇതേപോലെ കൊഴിഞ്ഞു പോയേക്കുവാണ്. അപ്പം ഇങ്ങനെ ഈ ഹോം ഗ്രൗണ്ടിൻ്റെ കമ്പനിയുടെ ചാമ്പ വാങ്ങിച്ച് വെക്കുകയാണെങ്കിലേ നമ്മളല്ലാതെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കുന്ന ചാമ്പയെക്കാളും കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ടാഗ് ഉണ്ടല്ലോ ഇതിന്. മറ്റേ ചുവപ്പാണോ പച്ചയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇത് ടാഗുണ്ട്, പക്ഷേ ഇത് ടാഗും ഇതിൻ്റെ മാറിപ്പോയായിരുന്നു. പച്ചയെന്ന് പറഞ്ഞ് തന്നെയാണ്, പക്ഷേ ചുവപ്പായെങ്കിലും അങ്ങനെ നല്ല മധുരമുണ്ട്. മധുരത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും നല്ല മധുരം തന്നെയാണ്. ഓക്കെ.